ഹായ്. വളരെ ചെറിയ പ്രായത്തിൽ എനിക്ക് കൃഷിയും ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിനൊന്നും സ്ഥലവും സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ആഗ്രഹമൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ചടക്കുകയായിരുന്നു. സ്ഥലം കിട്ടിയപ്പോൾ തൊട്ടടുത്ത ദിവസം തൊട്ട് അതിനകത്ത് ചെടിയും കൃഷിയും എല്ലാം ആയിട്ടിങ്ങനെ ജീവിക്കാൻ തുടങ്ങി. അപ്പം ഒരുപാട് പേരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് വഴി കൂടെ ഒക്കെ പോകുമ്പോൾ ഓരോ പുതിയ ചെടി കാണുമ്പോഴോ പുതിയ മരം കാണുമ്പോഴോ പുതിയ ഫ്രൂട്ട് കാണുമ്പോഴോ ഒക്കെ അതിനെക്കുറിച്ച് ചെന്ന് ചോദിച്ച് പരിചയപ്പെടുകയൊക്കെ ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് കുറേ ആൾക്കാർക്കൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഓരോ കാര്യത്തെക്കുറിച്ചും ഞാനിങ്ങനെ അതിൻ്റെ ഏറ്റവും നല്ല വശങ്ങൾ ഒരുപാട് രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ. കാരണം ഇന്നത്തെ കാലത്ത് കൃഷി എന്നൊക്കെ പറയുന്ന മണ്ണിലേക്കൊക്കെ പണിയെടുക്കുക എന്ന് പറയുമ്പം ഭയങ്കര പാടാണ് ആളുകൾക്ക്, ഒരു പുച്ഛഭാവമാണ്. പക്ഷേ ഒരുപാട് പേരോട് ഞാൻ ഇങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞു. ആദ്യം നമുക്ക് കിട്ടുമ്പോൾ തിന്നുന്ന ഫുഡിൻ്റെ രുചിയെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ആരോഗ്യവശങ്ങളെക്കുറിച്ച് പറഞ്ഞു, അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മനസ്സിൻ്റെ സന്തോഷത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നാട്ടിലൊക്കെ കൃഷിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ട അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പലർക്കും ചെയ്തു കൊടുക്കുന്നു. ചിലപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കുഴിച്ചു വെക്കാനും പടത്തി വിടാനൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് ഞാനിങ്ങനെ ചെയ്തു കൊടുക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അത്യാവശ്യം ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളോടെ കുറച്ച് ആൾക്കാർക്ക് കൃഷിയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങി വന്നു. പിന്നെ കുറേ കുട്ടികളൊക്കെ ഇപ്പോൾ ഒരുപാട് TV റിയാലിറ്റി ഷോസിലൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങി നാട്ടിൽ. അപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, അന്ന് എൻ്റെ എപ്പിസോഡ് കണ്ടപ്പോഴേ തീരുമാനിച്ചാണ് ഞങ്ങളൊക്കെ എവിടെയെങ്കിലും പോകും. ഞാനൊന്നും ആയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. പക്ഷേ ആരെങ്കിലുമൊക്കെ ഞാൻ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ വെച്ചിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പം ഭയങ്കര ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു തോറ്റുപോയ ഒരാളെന്നേ ഞാൻ പറയാറുള്ളൂ. എൻ്റെ ശത്രുക്കൾ എപ്പോഴും പറയുന്നത് ഞാൻ ലോക തോൽവി എന്നാണ്. കാരണം എന്നെ ചവിട്ടി വീഴ്ത്തിയിട്ട് എന്നെ തോൽപ്പിക്കപ്പെട്ട ഒരാളാണ് ഞാൻ എവിടെ എത്തേണ്ടതെന്ന് എന്ത് ചെയ്യേണ്ടതാണെന്നൊക്കെ വളരെ നന്നായിട്ട് എനിക്കറിയാം, അവർക്കും അറിയാം. എന്നെ ചവിട്ടി വീഴ്ത്തപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ഇടങ്ങൾ എത്തിച്ചേരുമായിരുന്നു. പക്ഷേ എനിക്കെങ്ങും എത്തിച്ചേരാൻ പറ്റില്ല. പക്ഷേ എന്നെ കണ്ട് പിന്നാലെ വരുന്ന ഒരുപാട് പേരിന് ഒരുപാട് ഇടങ്ങളിലേക്ക് കയറിപ്പോവും. അതെനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ വീണുപോയ വഴികളിൽ ഇനി ഒരാളും വീഴില്ല. കാരണം അതൊക്കെ ഒരുപാട് പേര് അതിൽ നിന്നൊക്കെ പഠിച്ചെടുത്ത് കയറി കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരു ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഈ യൂട്യൂബ് ചാനലിൻ്റെ കാര്യത്തിലും തോറ്റുപോയ ഒരാളാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറം എനിക്ക് എടുത്തു കാണിക്കാനൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെയ്ത കാര്യങ്ങളിലേക്ക് കുറേ പേരെങ്കിലും കടന്നു വന്നിട്ട് അവരുടെ ജീവിതത്തിലൊരു വ്യത്യാസം വരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. മോട്ടിവേഷന് വേണ്ടിയൊന്നും പറഞ്ഞല്ല. ഇനി എൻ്റെ ലൈഫ് മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ വേണ്ടിയുള്ള വിജയങ്ങൾ നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള പരിപാടികൾ മുന്നോട്ട് നടന്നു പോകുന്നുണ്ട്. അതൊക്കെ ആകുമ്പോൾ ഞാൻ പിന്നീട് എൻ്റെ ജീവിതകഥ അടിപൊളിയായിട്ട് എലാബറേറ്റായിട്ട് പറഞ്ഞിട്ട് ഞാൻ പിന്നെയും വരും.